ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ അത്തിരിക്കുട്ടി ഇവിടെ ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയിട്ട് ഈവനിങ് ആണ്. അപ്പം ഇനി നൈറ്റ് ഡിന്നറിന് എന്തെങ്കിലും നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചോറ് കുറവാണ്. മീൻകറി ഉണ്ട്, ഇന്ന് അയിലക്കറി വെച്ച മീൻകറി ഉണ്ട്. ചോറ് ഇത്തിരി കുറവാണ്. അപ്പോൾ ബിരിയാണി വെച്ചാലോ? അപ്പോൾ ബിരിയാണി എന്ന് ഉദ്ദേശിക്കുന്നത് പുലാവാണ്. അപ്പോൾ വെജ് പുലാവാണെന്ന് വെക്കണേ. ഓക്കെ, വെജ് പുലാവ് മതി. അപ്പോൾ വെജ് പുലാവാണെന്ന് വെക്കണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അത്രിയാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ വൈകുന്നേരത്തെ വ്ളോഗും കൂടിയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ വിളക്കൊക്കെ വെച്ച്, ഇതാണ് ഞങ്ങൾ ചെറിയൊരു പൂജാമുറി. അപ്പോൾ ഇവിടെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ടാണ് പുലാവിൻ്റെ പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി അരി കഴുകി കുതിർത്താൻ വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്. അപ്പോൾ കുക്കറിൽ ഒരൊറ്റ വിസിലാണ് നമ്മളിത് ഉണ്ടാക്കണത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ മറ്റേ നമ്മുടെ ബേ ലീഫ്, പിന്നെ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. നന്നായി ആ കശുവണ്ടിയുടെ ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ കളർ ആവണ വരെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഇടണേ, അത് മാറ്റണമെന്നില്ല. അതിലേക്ക് തന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് ജസ്റ്റ് ഒന്ന് നീളത്തിൽ കീറിയത്, പിന്നെ നമ്മുടെ സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. കാരണം ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ അരിയിലേക്കും നമ്മുടെ ചോറിലേക്കും ആ ഒരു ഗോൾഡിഷ് കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ആ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് കരിക്കരുത്, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ പച്ചക്കറികൾ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്, ഉരുളൻകിഴങ്ങ് ഇടാം, കോളിഫ്ലവർ ഇടാം, സോയാബീൻ ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായത് ഇത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തിട്ടിട്ട് നമ്മുടെ 1.5 ഗ്ലാസ് വെള്ളം, ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ്. അതെടുത്ത് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാക്കി നോക്കാം. ഒരു ചെറിയൊരു 2-3 തുള്ളി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ. ജസ്റ്റ് അരി ഒന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിട്ടത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ അരി കുതിർത്തി വെച്ച അരി അതിലിട്ട് നന്നായി ഇളക്കി നന്നായി എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരേ ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡി. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ നന്നായി അരി ഒന്നും ഉടയാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് പുലാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് അതിരിക്ക് കൊടുക്കാം. അപ്പോൾ അതിരി ഒരു 8-8:30 മണിയാകുമ്പോഴേക്കും കഴിക്കും, ചോറുണ്ണും. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഉറങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളാണ്. അപ്പോൾ ആൾ ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.